തത്വം അത് അനുചിതമായ മുദ്രാവാക്യമാണെന്നും ഒരിക്കലും ഉചിതമായ ഒരു മുദ്രാവാക്യമല്ലെന്നും ആ അനുചിതമായ മുദ്രാവാക്യമാണ് അമ്പിയാക്കൾ അഖിലവും പറഞ്ഞത് എന്നത് അത് അമ്പിയാക്കളെ കുറിച്ചുള്ള ദുരാരോപണമാണെന്നും ഒരൊറ്റ നബിയും ഒരൊറ്റ വേദഗ്രന്ഥവും പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് പഠിപ്പിച്ചിട്ടില്ലെന്നുമാണ് കേരള സുന്നി ജമാഅത്തിന്റെ വലിയ വായാടി മുസ്ലിയാർ പ്രസംഗിച്ചു നടക്കുന്നത്. ആദ്യമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ് അതാണ്. ഒന്ന് കേട്ടോളൂ. 24,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുടക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദം നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയല് പിന്നല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് നബിമാരെ ഒക്കെ വിട്ടത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. കണ്ടോ? അനുചിതമായ മുദ്രാവാക്യമാണത്. ഒരൊറ്റ നബിയും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ വേദത്തിലും വന്നിട്ടില്ല. ആ വേദം ഓതി മറിഞ്ഞ ആളാ ഉപ്പര്. 4 വേദം ഓതി മറിഞ്ഞ ആളാ. ഒരൊറ്റ വേദത്തിലും പറഞ്ഞിട്ടില്ല. മറ്റ് വേദത്തിലൊന്നും പറഞ്ഞ് നമുക്ക് നോക്കേണ്ട ആവശ്യമല്ല, അതെല്ലാം മൻസൂഖായ വേദങ്ങളാണ്. ഖുർആനാകുന്ന വേദത്തിൽ എന്താ പറഞ്ഞത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ